ഒരു തെരുവ് നായും അതിന്റെ 3 കുഞ്ഞുങ്ങളും ക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നു. ഈ സംഭവത്തിൽ രാജ്യത്തിലെ ജനങ്ങൾ കടുത്ത രോഷത്തിലാകുന്നു. കഥ അവിടെ മാറുകയാണ്. പ്രതിഷേധങ്ങളെല്ലാം ഭയന്ന് സർക്കാർ ഇന്റർനെറ്റിൽ നിന്ന് പോസ്റ്റുകൾ ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. മെമ്മോറിയൽസ് നീക്കം ചെയ്തു. ആളുകളെ മിണ്ടാതെയാക്കാൻ ശ്രമിച്ചു. പക്ഷെ അതോടെ പ്രതിഷേധം ചൈനയുടെ അതിർത്തിയും കടന്നു. അധികാരികൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് ആ തെരുവ് നായ ജനങ്ങളുടെ നിശബ്ദ പ്രതിഷേധത്തിന്റെ ചിഹ്നമായിട്ട് മാറി. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ മുതൽ ടോക്കിയോയിലെ ഷിബുയയും അതുപോലെ ടെപേയ് 101 വരെയുള്ള കൂറ്റൻ ഡിജിറ്റൽ ബിൽ ബോർഡുകളിൽ ആ നായയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു. എന്താണ് ചൈനയിലെ ഗുവാങ്ഡോങ്ങിൽ നടന്നത്? എന്തുകൊണ്ടാണ് വാങ് വാങ് എന്ന നായയുടെ മരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ഭീഷണിയായിട്ട് മാറിയത്? നോക്കാം. സംഭവം നടക്കുന്നത് ചൈനയിലെ ഗുവാങ്ഡോങ് പ്രവിശ്യയിലെ ജിയാങ് എന്ന സ്ഥലത്താണ്. അവിടെയുള്ള ഒരു ഗ്രാമത്തിലെ നാട്ടുകാർ സ്ഥിരമായിട്ട് ആഹാരം നൽകി സംരക്ഷിച്ചിരുന്ന തെരുവ് നായയായിരുന്നു വാങ് വാങ്. അടുത്ത കാലത്താണ് അവൾ 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. പക്ഷേ ജൂൺ 28-ന് ഈ നായയുടെയും അതിന്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതം അതിദാരുണമായിട്ട് അവസാനിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള 4 ആൺകുട്ടികൾ വാങ് വാങ്ങിനെയും കുഞ്ഞുങ്ങളെയും പിടികൂടി. വിദ്യാർത്ഥികൾ ചേർന്ന് തള്ളനായയെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുകയും ചെയ്തു. തുടർന്ന് വാങ് വാങ്ങിന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ജീവനോടെ കത്തിച്ച് കൊല്ലുകയായിരുന്നു. ഈ ക്രൂരത മുഴുവൻ അവർ ഫോണിൽ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ പോയിന്റ്സ്, വെയ്ബോ, ഷിയാ ഹോങ്ഷു എന്നിവയിൽ വൈറലായതോടെ വലിയ ജനരോഷമാണ് ഉയർന്നത്. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം പുറത്തു വരുന്നത്. ചൈനയിൽ മൃഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നാഷണൽ ലെവലിൽ ഒരു ആനിമൽ പ്രൊട്ടക്ഷൻ ലോ നിലവിലില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഉപദ്രവിച്ചു എന്ന കുറ്റത്തിന് പോലീസിന് നിയമപരമായിട്ട് കേസ് എടുക്കാൻ സാധിച്ചില്ല. മാത്രമല്ല, കുറ്റം ചെയ്ത കുട്ടികൾക്കെല്ലാം 14 വയസ്സിൽ താഴെ പ്രായമുള്ളതിനാൽ ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അവരെ വെറുതെ ഒരു സ്പെഷ്യൽ കറക്റ്റീവ് സ്കൂളിലേക്ക് അയക്കുക മാത്രമാണ് അധികാരികൾ ചെയ്തത്. ഇതോടെ ജനങ്ങളുടെ രോഷം ഇരട്ടിച്ചു. കടുത്ത മൃഗസംരക്ഷണ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് 70,000-ലധികം ആളുകൾ ഒപ്പുശേഖരണവും ഓൺലൈൻ ക്യാമ്പയിനുകളും ആരംഭിച്ചു. ഈ പ്രതിഷേധം സർക്കാരിനെതിരെ തിരിയുമെന്ന് ഭയന്ന ചൈനീസ് അധികാരികൾ സെൻസർഷിപ്പ് പടവാളാക്കി. വാങ് വാങ്ങിനെ കുറിച്ചുള്ള പോസ്റ്റുകൾ പ്ലാറ്റ്ഫോമുകൾ ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്തു തുടങ്ങി. ചൈനയിലെ പ്രശസ്ത സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങൾ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടപ്പോൾ അവരുടെ പോസ്റ്റുകൾ നിമിഷങ്ങൾക്കകം നീക്കം ചെയ്യപ്പെട്ടു. എന്നാൽ ജനങ്ങൾ വിട്ടുകൊടുത്തില്ല. ചൈനയ്ക്കകത്ത് പോസ്റ്റുകൾ സെൻസർ ചെയ്യപ്പെട്ടപ്പോൾ ലോകമെമ്പാടുമുള്ള ചൈനീസ് വംശജരും മൃഗസ്നേഹികളും ചേർന്ന് ക്ലൗഡ് ഫണ്ടിംഗ് വഴി പണം സമാഹരിച്ചു. ന്യൂയോർക്കിലെ വിഖ്യാതമായ ടൈംസ് സ്ക്വയർ, ജപ്പാനിലെ ഷിബുയ, തായ്വാനിലെ ടൈപേയ് 101, ഹോങ്കോങ് തുടങ്ങി 100 കണക്കിന് അന്താരാഷ്ട്ര നഗരങ്ങളിലെ വലിയ LED സ്ക്രീനുകളിൽ വാങ് വാങ്ങിന്റെ ചിത്രങ്ങളും നിയമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങളും പ്ലേ ചെയ്യപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ വ്യക്തമാക്കുന്നത് വാങ് വാങ് എന്നത് കേവലം ഒരു മൃഗസ്നേഹത്തിന്റെ മാത്രം വിഷയമല്ല. ചൈനയിൽ തുറന്നുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ, അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ, ഭരണകൂടത്തിന്റെ സെൻസർഷിപ്പിനും അനീതിക്കുമെതിരെയുള്ള ജനങ്ങൾ കണ്ടെത്തിയ ഒരു നിശബ്ദ ചിഹ്നമാണ് ഈ ഒരു പാവം നായ എന്നാണ്. ചൈനയിലെ പല നഗരങ്ങളിലും സ്ഥാപിച്ച സ്മാരക ബോർഡുകൾ പോലീസ് നിർബന്ധപൂർവ്വം മാറ്റിപ്പിച്ചു. വിദേശത്തെ ക്യാമ്പയിനുകൾക്ക് പിന്നിൽ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട് എന്നാണ് അധികാരികൾ ഇപ്പോഴും വാദിക്കുന്നത്. അടിച്ചമർത്തലുകൾ എത്ര കടുത്തതായാലും അനീതിക്കെതിരെയുള്ള മനുഷ്യന്റെ ശബ്ദം ഏത് വഴിയും പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് വാങ് വാങ് എന്ന നായയുടെ ഓർമ്മകൾ ലോകമെമ്പാടും പടർന്നു പിടിച്ച ഈ ഒരു സംഭവം. അമാനുഷിക ക്രൂരതകൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ ലോകത്ത് എവിടെയായാലും അത്യാവശ്യമാണ്. ഇപ്പോൾ വാങ് വാങ് എന്ന പേര് ഒരു നായയുടെ പേര് മാത്രമല്ല. ആനിമൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഓൺലൈൻ സെൻസർഷിപ്പ് ഇതെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതീകമായിട്ട് മാറിക്കഴിഞ്ഞു. ഈ ഒരു തെരുവ് നായയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ ഇനി തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ വാങ് വാങ്ങിന്റെ കഥ ലോകത്താകെ ഒരു വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. മിണ്ടാതാക്കാൻ ശ്രമിച്ചാൽ സത്യം അപ്രത്യക്ഷമാകുമോ? അല്ലെങ്കിൽ അതിന് കൂടുതൽ ശബ്ദമുണ്ടാകുമോ? ഇന്ന് ചൈനയിൽ തുടങ്ങിയ ഈ ചർച്ച അതിർത്തികൾ കടന്ന ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞു. ഇനി മാറുന്നത് നിയമമാണോ അതോ പ്രതിഷേധത്തിന്റെ രൂപമാണോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.